കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട കുടുംബത്തിന്റെ ഹർജി എതിർത്ത സർക്കാർ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കാത്ത ഹർജിയെന്ന് പോലീസ് ആവശ്യമായ എല്ലാ തെളിവുകളും ശേഖരിച്ചിരുന്നു. സാക്ഷിമൊഴികളിൽ തീയതി രേഖപ്പെടുത്താൻ വിട്ടുപോയതാണെന്നും പ്രതിയെ സഹായിക്കാൻ തീയതി രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം വാസ്തവവിരുദ്ധമാണെന്നും പോലീസ് അറിയിച്ചു. PP ദിവ്യ കുറ്റക്കാരിയെന്ന് കണ്ടെത്തി. അതിനാൽ കുടുംബത്തിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജി തള്ളണമെന്നും പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, പോലീസ് അന്വേഷണത്തെ ന്യായീകരിക്കുകയാണ് സർക്കാർ. അതേപോലെ തന്നെ സമഗ്രമായ അന്വേഷണം വേണം എന്നുള്ള കുടുംബത്തിൻ്റെ ആവശ്യത്തെ സർക്കാർ കോടതിയിൽ തന്നെ എതിർക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള. വിനോദ, തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. എന്നാൽ ആ ഹർജിയിൽ സർക്കാർ PP ദിവ്യയ്ക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതുതന്നെയാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലൂടെ വ്യക്തമാകുന്നത്. അതായത് PP ദിവ്യയ്ക്ക് അനുകൂലമായൊരു നിലപാട് അവർ കോടതിയിലും സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തുടരന്വേഷണം ആവശ്യപ്പെട്ട ഈ ഒരു ഹർജിയെ പോലീസ് തന്നെ എതിർക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിയമപരമായും വസ്തുതാപരമായും നിലനിൽക്കാത്ത ഹർജിയാണിതെന്നാണ് പോലീസ് ഈ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ആവശ്യമായ എല്ലാ രേഖകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇതിൽ സാക്ഷിമൊഴികളിൽ തീയതി രേഖപ്പെടുത്താൻ അത് വിട്ടുപോയതാണ്. പ്രതിയെ സഹായിക്കാൻ തീയതി രേഖപ്പെടുത്തിയില്ല എന്ന ആരോപണം തീർച്ചും വസ്തുതാവിരുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. അന്വേഷണ പരിധിയിലുള്ള മുഴുവൻ കാര്യങ്ങളും സമഗ്രമായിട്ടാണ് പോലീസ് പരിശോധിച്ചത്. ഈ അന്വേഷണത്തിൽ PP ദിവ്യ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു എന്ന് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പോലീസ്. അന്വേഷണത്തിൽ അപാകത ആരോപിച്ച് ഇവർ നേരത്തെയും കോടതിയെ സമീപിച്ചിരുന്നു. ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ തന്നെ ഈ ആവശ്യം തള്ളിയതാണ്. അതിനാൽ കുടുംബത്തിന്റെ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി തള്ളണമെന്നൊരു ആവശ്യമാണ് പോലീസ് കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേസുമായി ബന്ധപ്പെട്ട് 13 ക്രമക്കേടുകളുണ്ട്, അല്ലെങ്കിൽ 13 തെറ്റുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ADM ആയിരുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കോടതിയിൽ ഹർജി നൽകിയത്. ഈ പ്രതി CPM പ്രവർത്തകയായതിനാൽ ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ല, പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. മാത്രമല്ല, ഇലക്ട്രോണിക് തെളിവുകളിൽ പലതും ക്രമക്കേടുണ്ട്, CDR പലതും ശേഖരിച്ചില്ല തുടങ്ങി ഏതാണ്ട് 13 പിഴവുകൾ, ഈ കുറ്റപത്രത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ മഞ്ജുഷ കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. ഈ ഹർജിയിൽ മേലാണ് ഇത്തരമൊരു നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. വിനോദ്, തീർച്ചയായും ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ശക്തമായി എതിർക്കുകയാണ് സർക്കാർ കോടതിയിൽ. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് എന്നാണ് സർക്കാരിന്റെ വാദം. വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള.